അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു വോക്ക് ആൻഡ് ലാഡിൽ. ഇന്നിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഉണ്ണിയപ്പമാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇതിലെന്താ ഇത്ര പ്രത്യേകത? നമ്മൾ എപ്പോൾ എങ്ങനെ നോക്കിയാലും എപ്പോഴും ഉണ്ടാക്കുന്നതുമാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ണിയപ്പം. അതായത് ട്രഡീഷണലായിട്ടുള്ള പരമ്പരാഗതമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഏറ്റവും പെർഫെക്റ്റായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം, അതല്ല നമ്മൾ കാണുന്നത് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വോക്ക് ആൻഡ് ലാഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് എന്തൊക്കെ ചേർത്തു എന്നുള്ളത് ഒരു കൺഫ്യൂഷനും വരാനില്ല. സിമ്പിളാണ്, അളവുകളും തന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് നമ്മൾ വിചാരിച്ച അതേ രൂപത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്തു. ഇനി 1 കപ്പ് കറക്റ്റ് 1 കപ്പ് ശർക്കരപ്പാനിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് സാധാരണ. അതായത് കുട്ടിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് യൂസ് ചെയ്യാനും ഒക്കെ പെട്ടെന്നുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അരിച്ചെടുക്കുക അല്ലെങ്കിൽ ശർക്കരയിൽ കല്ലൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് കറക്റ്റ് അളന്നെടുത്തു. അത് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ചു. അത് ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ആ 1 കപ്പ്. എന്നിട്ട് പിന്നെ നമ്മൾ സാധാ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് എത്രയാണോ നമ്മൾ ലൂസ് വേണ്ടത് അങ്ങനെ ലൂസാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് തെറ്റാനോ അല്ലെങ്കിൽ വെക്കാനോ ഒന്നുമില്ല. കറക്റ്റ് 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ റവ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുത്തു. അതെല്ലാം നേരിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ചെറുപഴമോ അല്ലെങ്കിൽ റോബസ്റ്റ്, അങ്ങനെ ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ സാധാ നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പകുതി മതി. അതുകൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വൈകുന്നേരമൊക്കെ ഒരു ഗസ്റ്റ് ആരെയും വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അരി വെള്ളത്തിലിടെ കുതിർക്കേ ഒന്നും വേണ്ട. അപ്പോൾ നല്ല ടൈറ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി എടുക്കാം. നന്നായിട്ട് ലൂസായാൽ, അതായത് നമ്മൾ അപ്പത്തിൻ്റെ മാവ് പോലെയൊക്കെ ആയാൽ നന്നായിട്ട് എണ്ണ കുടിക്കും. നല്ല ടൈറ്റും പാടില്ല. അതായത് ദോശമാവിൻ്റെ പരുവത്തിൽ നിന്ന് ഒരു അനക്കം അതിലേറെ വേണം, ഒരു ലൂസ് വേണം. അത്രക്ക് ടൈറ്റ് വേണ്ട, എന്നാൽ നന്നായിട്ട് ലൂസും വേണ്ട. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാകൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ തേങ്ങാകൊത്തും നമ്മൾ പച്ചയായിട്ടുള്ള തേങ്ങ അല്ലേ അതെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയത് അല്ലെങ്കിൽ വെള്ളം വറ്റിയ തേങ്ങയൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് ഇതുപോലെ ഗോൾഡൻ കളറാണ് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നെയ്യോട് കൂടി തന്നെ നേരെ നമ്മളുടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ഇത് അടുപ്പിൻ്റെ ഒപ്പം കിട്ടിയതാണ്. അതുകൂടി വെച്ചാൽ ഇങ്ങനെ ഓരോ കുഴികളുള്ളതല്ലേ, അപ്പോൾ അത് അടുപ്പിൽ വെക്കുമ്പോൾ ഇളകിപ്പോവും. അത് ലാസ്റ്റായിട്ടാണ് നമ്മൾ ചേർക്കുന്നത് സോഡാപ്പൊടി, അതായത് അപ്പക്കാരം. അത് ലാസ്റ്റ് മാത്രം. അപ്പം ഇതും ലൂസില്ല, ഒന്ന് ടൈറ്റാണ് തോന്നുന്നുണ്ടെങ്കിൽ, മാവ് തോന്നുന്നതാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ലൂസാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ ചട്ടി നന്നായിട്ട് ചൂടായ എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുഴിയുടെ പകുതി വരെ മതി എണ്ണ. കുഴിയിൽ നിന്ന് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ നേരെ ഓവർഫ്ലോ ചെയ്താൽ
ആ മാവ് അതിൻ്റെ ഒപ്പം ഓവർഫ്ലോ ചെയ്യും. അതായത് അപ്പോൾ നമ്മളെ അപ്പത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാഫ് മതി. ഇനി കോരി ഒഴിക്കുക. കുഴിയുടെ പകുതി മാത്രം മതി. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടാനും എടുത്ത് വെക്കാനും ഒക്കെ കഴിയും. ഇനി ഇരുമ്പിൻ്റെ ചട്ടിയാണ് കരുതിയിട്ട് അത് കിട്ടാതെ നിൽക്കുക, അതിൽ ഉറച്ച് നിൽക്കുക, അങ്ങനെ ഒന്നുമില്ല. അത് അതിൻ്റെ അതായത് ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ആയിട്ട് പൊന്തി വരും എണ്ണയിൽ. നമുക്ക് പെട്ടെന്ന് മറിച്ചിടാം. ആ ഭാഗം കൂടിയും ഗോൾഡൻ കളറായാൽ ഉടനെ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റിയും വെക്കാം. കുറഞ്ഞ എണ്ണ മതി ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. കൂടുതൽ എണ്ണ കുടിക്കുക ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അരി അരച്ചുണ്ടാക്കുന്നതിലേറെ ടേസ്റ്റും ഇതിനാണ്. ഞാനും ഒരുപാട് ഉണ്ണിയപ്പം ഇങ്ങനെ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് എന്തൊക്കെ ചേർത്തതെന്നുണ്ടെങ്കിൽ ആദ്യമൊന്ന് വീഡിയോ കാണാം, അതിൻ്റെ ശേഷം ഒന്നുകൂടിയും കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എവിടെയും നോക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.